ഒരിക്കലും ബിസിനസ്സുകൾ തകരുന്നത് ലാഭക്കുറവ് കൊണ്ടല്ല, ക്യാഷ് ഫ്ലോ പ്രതിസന്ധി കൊണ്ടാണ്. ഞാൻ 5 ലക്ഷണങ്ങൾ പറയാം. ഈ ഒരു നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ ഈ ഒരു ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ, കസ്റ്റമേഴ്സിന് പേയ്മെന്റ് കിട്ടാൻ ലേറ്റ് ആവുന്നുണ്ടോ? നമുക്ക് ബിസിനസ് ഒരുപാട് കൂടുന്നുണ്ട്, പക്ഷേ ബാങ്ക് അക്കൗണ്ടിൽ പണം വരുന്നില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് ബിസിനസ് കൂടും, നമ്മൾ കടം റെസീവബിൾ കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഒന്നാമത്തെ ലക്ഷണമാണ്. ഒരു ട്രേഡിംഗ് കമ്പനി ആണെങ്കിൽ വിൽക്കാൻ കഴിയാതെ സ്റ്റോക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇൻവെന്ററി കുറയുകയാണെങ്കിൽ അതും ഒരു പ്രതിസന്ധിയാണ്. നമ്മൾ വീണ്ടും പുതിയ പ്രൊഡക്ട്സ് വാങ്ങാൻ പൈസ ഇൻജെക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ നമ്മളുടെ ബിസിനസ്സിൽ കാണുകയാണെങ്കിൽ അതും ഒരു ക്യാഷ് ഫ്ലോ പ്രതിസന്ധിയാണ്, ബിസിനസ് തകരാനുള്ള രണ്ടാമത്തെ ലക്ഷണമാണ്. അതുപോലെ നമ്മൾക്ക് EMI ഉണ്ടാവും, കാർ ഉണ്ടാവും, വെഹിക്കിൾസ് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടാവും, ബിസിനസ് ലോൺ എടുത്തിട്ടുണ്ടാവും. ഇത് ഓരോ ദിവസങ്ങളിലാണ് അത് അടയ്ക്കേണ്ടതായിട്ട് വരിക. ആ EMI വരുന്ന ദിവസങ്ങളിൽ നമ്മൾ പ്രഷർ കൂടാറുണ്ടോ? EMI അടയ്ക്കേണ്ട ദിവസങ്ങളിൽ നമുക്ക് ടെൻഷൻ ആവാറുണ്ടോ? നമുക്ക് അടയ്ക്കാൻ കഴിയാതെ എവിടുന്നെങ്കിലൊക്കെ പൈസ വാങ്ങിച്ച് അടയ്ക്കേണ്ട ഒരു സ്ഥിതി വരികയാണെങ്കിൽ യെസ്, ദാറ്റ് ഈസ് അനദർ സിംറ്റം. അത് ലിക്വിഡിറ്റിയുടെ പ്രശ്നത്തെയാണ് കാണിക്കുന്നത്. സപ്ലയേഴ്സിന്റെ കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിയാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അതും മറ്റൊരു ലക്ഷണമാണ്. തീർച്ചയായിട്ടും ബാങ്ക് അക്കൗണ്ടിൽ പൈസ കുറയുന്ന ഒരു അവസ്ഥയാണ്. എപ്പോഴും ഒരു ബിസിനസ് അക്കൗണ്ടിൽ ഒരു മിനിമം ബാലൻസ്, അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ബിസിനസ്, ഒരു 100,000 to 500,000 1 million dirhams വരെ ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മളുടെ എല്ലാ എക്സ്പെൻസും കടന്നു പോകുവാനുള്ള ഒരു ബാലൻസ് ബാങ്കിൽ ഉണ്ടായിരിക്കും. ഈ ഞാൻ പറഞ്ഞ 5 സിംറ്റംസിൽ ഏതെങ്കിലും നിങ്ങളുടെ ബിസിനസ്സിനെ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൊന്ന് നിങ്ങൾ ഡീപ്പായിട്ട് നിങ്ങൾ അതൊന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമ്മളുടെ ബിസിനസ് തകരില്ല. യു ഹാവ് ടു ബ്രിങ് ഇറ്റ് ബാക്ക് അഗെയിൻ.